നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് നെർവ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ്. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഫ്രഞ്ച് ന്യൂറോളജിസ്റ്റായ പിയറി ജാനറ്റ് ആണ്. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് മൈൻഡ്, അതായത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെന്റൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാനുള്ള മൈൻഡിന്റെ കപ്പാസിറ്റിനെയാണ് നമ്മൾ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരേ സമയം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലോ അല്ലെങ്കിൽ ഒരു എബിലിറ്റിയോ ആവശ്യമായിട്ടുള്ള ഒരു മെന്റൽ ടാസ്ക് ചെയ്യാനുള്ള മൈൻഡിന്റെ കപ്പാസിറ്റിനെയാണ് നമ്മൾ ഡിസോസിയേഷൻ എന്ന് പൊതുവെ പറയുന്നത്. അബ്നോർമൽ സൈക്കോളജിയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്. സോ ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡിസോസിയേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതായത് മെയിനായിട്ടും 4 ടൈപ്സ് ആയിട്ടാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് തരംതിരിച്ചിരിക്കുന്നത്. ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഹ്യൂമന്റെ ഒരു ഇന്റഗ്രേറ്റഡ് ഫങ്ഷൻസ് ആയ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ മെമ്മറി, പെർസെപ്ഷൻ, ഐഡന്റിറ്റി, താൻ ആരാണ്, താൻ എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബോധം, അതിന് എന്തെങ്കിലും ഭംഗം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസ്റപ്ഷൻ, ഒരു ഡിഫിക്കൽട്ടി, ഇതിൽ നിന്നുള്ള ഒരു ഡീവിയേഷനാണ് നമ്മൾ ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. സോ ഇത് മെയിനായിട്ടും 4 തരത്തിലാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്. അതൊന്ന് നമ്മൾ പറയുന്നത് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയും, ഡീപേഴ്സണലൈസേഷൻ ആൻഡ് ഡീറിയലൈസേഷൻ ഡിസോർഡർ. ആൻഡ് രണ്ടാമത്തേത് ഡിസോസിയേറ്റീവ് അംനീഷ്യ, മൂന്നാമത്തേത് ഡിസോസിയേറ്റീവ് ഫ്യൂഗ്, ആൻഡ് നാലാമത്തേത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. സോ ഇതിലാദ്യം നമുക്ക് നോക്കാം ഡീപേഴ്സണലൈസേഷൻ ഡിസോർഡർ. ഡീപേഴ്സണലൈസേഷൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സ്വയം, അതായത് ഒരു സെൻസ് ഓഫ് സെൽഫ്, നമുക്ക് ഉണ്ടാവുന്ന ഒരു സെൻസ് ഓഫ് സെൽഫ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഡീപേഴ്സണലൈസേഷൻ എന്നൊരു കണ്ടീഷനിലേക്ക് വരുന്നത്. അതായത് നമ്മളെ മറ്റൊരു ഔട്ട്സൈഡ് ബോഡിയിൽ നിന്നും നമ്മളെ തന്നെ നോക്കി കാണുമ്പോഴാണ് ഇവിടെ നമ്മൾ ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ലൂസിങ് ഒരു ടച്ച് വിത്ത് അവർ സെൻസ് ഓഫ് സെൽഫ്, ഇതിനെയാണ് നമ്മൾ ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡീറിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലൂസിങ് ടച്ച് വിത്ത് ദ റിയാലിറ്റി ഓഫ് ഔട്ട്സൈഡ് വേൾഡ്, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാട്, നമ്മളായിരിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള അവയർനെസ് അവിടെ ഉണ്ടാവില്ല. സോ ഇതിനെയാണ് നമ്മൾ ഡീറിയലൈസേഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഒരു സ്ട്രെസ്, എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഒരാൾ അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ കുറെ ദിവസത്തേക്കൊക്കെ ഉറങ്ങാതിരിക്കുമ്പോൾ, സ്ലീപ്പ് ഡിപ്രൈവേഷൻ സംഭവിക്കുമ്പോൾ, ഓർ സെൻസറി ഡിപ്രൈവേഷൻ സംഭവിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഡീപേഴ്സണലൈസേഷൻ ഡിസോർഡർ ഒരു മൈൽഡ് ഫോമിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യും. മാത്രമല്ല ഒരു സൈക്കോഡെലിക് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഡീപേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ ഡീറിയലൈസേഷൻ അനുഭവപ്പെടാം. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ ആണ് ഡിസോസിയേറ്റീവ് അംനീഷ്യ. അംനീഷ്യ എന്ന് പറയുമ്പോൾ ഡിസോസിയേറ്റീവ് അംനീഷ്യ നമ്മൾ സൈക്കോജനിക് അംനീഷ്യ എന്നും പറയും. സോ ബേസിക്കലി അംനീഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ബ്രെയിനിലെ നെർവസ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഡിറ്റീരിയോറേഷനോ അല്ലെങ്കിൽ ഡാമേജോ സംഭവിക്കുമ്പോൾ, ഓർ നെർവ് സെൽസ്, ന്യൂറോൺസിൽ എന്തെങ്കിലും ഒരു അതില് ഡീജനറേഷൻ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് മെമ്മറി ലോസ് സംഭവിക്കും, അല്ലെ? സോ ഇതിനാണ് നമ്മൾ അംനീഷ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരു കണ്ടീഷൻ. സോ ബേസിക്കലി ഇത് റിട്രോഗ്രേഡ് അംനീഷ്യ എന്ന് നമ്മൾ പറയും, ആൻട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയും. റിട്രോഗ്രേഡ് അംനീഷ്യയിൽ വരുമ്പോൾ ഒരു ഇൻസിഡന്റിന് മുൻപ് നടന്ന കാര്യങ്ങൾ, പാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നടന്ന സംഭവങ്ങൾ, എക്സ്പീരിയൻസസ് ഒക്കെ ഒന്നും ഓർത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥ. ആ ഇൻസിഡന്റിന് പെർട്ടിക്കുലർ ആയിട്ട് മേ ബി ഒരു ആക്സിഡന്റ്, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാർ ആക്സിഡന്റിന് മുൻപ് നടന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ റിട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആൻട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന് ശേഷമുള്ള കാര്യങ്ങൾ അവർക്ക് മെമ്മറിയിൽ റിട്ടൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു പുതിയൊരു കാര്യങ്ങൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമായിരിക്കും അവർക്കത് ഓർമ്മയിൽ ഉണ്ടാവുക. സോ അവർക്ക് ഷോർട്ട് ടേം മെമ്മറി ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ എന്നാൽ അതിന് മുൻപ്, ആ ഇൻസിഡന്റിന് മുൻപ് നടന്ന കാര്യങ്ങൾ, കുറെ നാളുകൾക്ക് മുൻപ് നടന്ന പഴയ കാര്യങ്ങളൊക്കെ അവരുടെ മെമ്മറിയിൽ ഉണ്ടാവും. സോ ഇതിനാണ് നമ്മൾ ആൻട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു എന്താ
പറയാ, ഡിസോസിയേറ്റീവ് അംനീഷ്യയിൽ നോർമൽ ആയിട്ടുള്ളൊരു ഫൊർഗെറ്റിംഗ് അല്ല സംഭവിക്കുന്നത്. ഇപ്പൊ നോർമൽ ആയിട്ടുള്ളൊരു ഫൊർഗെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ. നമ്മളിപ്പോൾ വണ്ടികൾ വരുന്നത് നോക്കണം, ഡയറക്ഷൻസ് നോക്കണം, സിഗ്നൽസ് നോക്കണം, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇംപ്ലീസിറ്റ് ആയിട്ട് ഗിയർ ചെയ്യും. സോ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് നമ്മൾ പറയും. അവിടെ ഇൻഫർമേഷൻ ഓവർലോഡ് സംഭവിക്കും. സോ അങ്ങനെയാണ് പല ഒരു ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാൻ വളരെ ചാൻസസ് കൂടുതലാണ് അല്ലേ. നമ്മൾ പലരും പറയാറുണ്ട് ആ സമയത്ത് എന്താണ് എനിക്ക് ഒന്നും നടന്നൊന്നും ഓർമ്മയില്ല എന്ന്. അപ്പം അത്തരം ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് സംഭവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രെസ് അനുഭവപ്പെടുമ്പോഴാണ് അത്തരത്തിലുള്ള ഫൊർഗെറ്റിംഗിൽ വരുന്നത്. പക്ഷെ ഡിസോസിയേറ്റീവ് അംനീഷ്യ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഡിസോസിയേറ്റീവ് അംനീഷ്യയിൽ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോജനിക് അംനീഷ്യ എന്ന് നമ്മൾ ഇതിൽ പറയും. ബിക്കോസ് അവിടെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡന്റിന് ശേഷം അല്ലെങ്കിൽ ഒരു സർജറിക്ക് ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അംനീഷ്യ സംഭവിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഓർഗാനിക് അംനീഷ്യ എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഒരു നെർവ് ഡാമേജ്, നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ഡാമേജ് കാരണമാണ് ഈ ഒരു അംനീഷ്യ, ഒരു ഓർമ്മക്കുറവ് അല്ലെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. സോ നമ്മൾ തന്നെ ഓർഗാനിക് അംനീഷ്യ എന്ന് പറയും. അപ്പൊ അവിടെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഇല്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ളൊരു സിംറ്റമാണ് ഈ പറയുന്ന നെർവ് ഡാമേജ് സംഭവിച്ചത് കൊണ്ടിട്ടുണ്ടാവുന്ന ഓർമ്മയിലുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷെ ഡിസോസിയേറ്റീവ് അംനീഷ്യയിൽ അവിടെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്, സൈക്കോജനിക് ആണത്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വളരെ ഒരു റേപ്പ് പോലെയുള്ള അല്ലെങ്കിൽ അത്രയും വയലൻസ് ആയിട്ടുള്ളൊരു ഒരു ഇവന്റ് വിറ്റ്നസ് ചെയ്ത് കഴിയുന്ന വ്യക്തികൾക്ക് അവരിൽ ചില ഇൻഫർമേഷൻസ് അവർക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. സോ ഇതിന് നമ്മൾ ഡിസോസിയേറ്റീവ് അംനീഷ്യ എന്ന് പറയുന്നത്. ആൻഡ് ഇത് തന്നെ നമുക്ക് രണ്ട് തരത്തിലാണ്. ലോക്കലൈസ്ഡ് അംനീഷ്യ ഉണ്ട്, അതുപോലെ തന്നെ സെലക്റ്റീവ് അംനീഷ്യ ഉണ്ട്. ലോക്കലൈസ്ഡ് അംനീഷ്യ എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഈവന്റ് നടന്നതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യ കുറച്ച് മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അവർക്കൊന്നും ചില കാര്യങ്ങളൊന്നും അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ ലോക്കലൈസ്ഡ് അംനീഷ്യ എന്ന് പറയും. അതേപോലെ തന്നെ സെലക്റ്റീവ് അംനീഷ്യ ഉണ്ട്. സെലക്റ്റീവ് അംനീഷ്യ എന്ന് പറയുമ്പോൾ ആ സംഭവങ്ങൾ നടന്ന എല്ലാ കാര്യങ്ങളും അല്ല, ചില കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഓർമ്മയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ചില കാര്യങ്ങൾ മാത്രം അവർ മറന്നു പോകും. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ചില ഇൻസിഡൻസ് അവർക്ക് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില കാര്യങ്ങൾ എല്ലാം അല്ല, ചിലത്. സോ ഇതിനെ നമ്മൾ സെലക്റ്റീവ് അംനീഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനറലൈസ്ഡ് അംനീഷ്യ ഉണ്ട്. ജനറലൈസ്ഡ് അംനീഷ്യ എന്ന് പറയുമ്പോൾ ആ സംഭവത്തിന് മുൻപ് നടന്ന അവരുടെ എൻറ്റയർ ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് അവർ മൊത്തമായിട്ടും അവർക്ക് അവരുടെ ആ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് അംനീഷ്യ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡിസോസിയേറ്റീവ് ഫ്യൂഗിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഫ്യൂഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു എസ്കേപ്പ് എന്ന് പറയും. അതായത് ഇവിടെ മെമ്മറിനെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്. മെമ്മറി അല്ലാതെ അവരുടെ ഒരു എൻറ്റയർ ലൈഫ് അല്ലെങ്കിൽ അവരുടെ എൻറ്റയർ സെൽഫ് ഐഡന്റിറ്റി, അവരെന്താണ്, താൻ ആരാണെന്നുള്ളൊരു ഐഡന്റിറ്റി തന്നെ അവർക്ക് നഷ്ടമായി പോകുന്നത്. ഇപ്പൊ അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, അവർ താമസിക്കുന്ന സ്ഥലം, വീട്, അവരുടെ സറൗണ്ടിങ്സ്, കോളേജ്, സ്കൂള്, വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ, അവരുടെ നാട്ടിലുള്ള ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ ഐഡന്റിറ്റി, ഇതെല്ലാം അവർക്ക് അവിടെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല, അവർക്കൊരു ബോധം ഉണ്ടാവില്ല. സോ വാട്ട് ദേ ഡു ഇസ് ദേ ആക്ച്വലി ഡിപ്പാർട്ട് ഫ്രം ദെയർ ഹോം സറൗണ്ടിങ്സ്. അവർ ഫിസിക്കലി അവർ അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്യും. ഇതിനാണ് നമ്മൾ ഫ്യൂഗ് എന്ന് പറയുന്നത്. അവിടെ ഒരു എസ്കേപ്പിസം ആണ് സംഭവിക്കുന്നത്. അപ്പോൾ സോ ഇത് ബേസിക്കലി ഡിസോസിയേറ്റീവ് ഫ്യൂഗിൽ അവരുടെ സറൗണ്ടിങ്സ്, ഈ പറഞ്ഞ പോലെ അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, സ്ഥലം, അവരായിരിക്കുന്ന ആ ഒരു സറൗണ്ടിങ്സ്, ഒരു ഡീറിയലൈസേഷൻ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ആൻഡ് ഓൾസോ അവര് ഈ സ്ഥലത്ത് നിന്ന് അവർ സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ, അതായത് അവർ മാറിക്കഴിയുമ്പോൾ, മൂവ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഐഡന്റിറ്റി തന്നെ അവർ സ്വിച്ച് ചെയ്യും. അതായത് അവർ പുതിയ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവരവിടെ പുതിയൊരു വ്യക്തിയായിട്ട്, പുതിയൊരു പേരില്, മേ ബി അവിടെ പുതിയൊരു ഫാമിലി ഉണ്ടാക്കുന്നു, പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നു. അതെല്ലാം പുതിയൊരു ന്യൂ ലൈഫ് എന്നുള്ള രീതിയിലാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ മറ്റുള്ളവര് നോക്കിക്കഴിയുമ്പോൾ അവിടെ അവർക്കൊരു ബിഹേവിയറൽ പ്രോബ്ലംസോ ഒരു സസ്പീഷ്യസ് ആയിട്ട് ഒന്നും തന്നെ അവിടെ മറ്റുള്ളവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ എല്ലാ രീതിയിലും അവരുടെ ടേസ്റ്റ്, അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, ദ വേ ദേ ടോക്ക്, അവർ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകൾ എല്ലാം പുതിയതായിരിക്കും, വ്യത്യസ്തമായിരിക്കും മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ. അപ്പോൾ ഇത് വളരെ ഡ്രമാറ്റിക് ആയിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾ, ഒരാഴ്ചത്തേക്കായിരിക്കാം ഇതിങ്ങനെ സംഭവിക്കുന്നത്, ചിലപ്പോൾ ഒരു മാസത്തേക്കായിരിക്കാം, ചിലപ്പോൾ ഒരു വർഷത്തേക്കായിരിക്കാം, അങ്ങനെ ചിലപ്പോൾ അത് നീണ്ടു പോകാം. പക്ഷെ
അത് കഴിയുമ്പോഴേക്കും ദേ വിൽ കം ബാക്ക് ടു ദ ഒരു സഡൻ ഒരു ഇൻസൈറ്റ് ഉണ്ടാവും, ദേ കം ബാക്ക് ടു ദ നോർമൽ സ്റ്റേറ്റ്. ഓക്കെ, സോ ഈ ഇങ്ങനെ ഒരു ഡിസോസിയേറ്റീവ് ഫ്യൂഗ് സംഭവിക്കാനായിട്ടൊരു കോസൽ ഫാക്ടർ എന്ന് നമ്മൾ പറയാനായിട്ട് മെയിൻലി അത് സൈക്കോഡൈനാമിക് ആണ്. അതായത് ട്രോമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡിൽ റെക്കറന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, സൈക്കോളജിക്കൽ ഡിഫിക്കൽട്ടീസ് അവരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫ്യൂഗ് സ്റ്റേറ്റിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഫ്യൂഗ് സ്റ്റേറ്റിന്റെ എൻഡിലേക്ക് വരുമ്പോൾ, ഇതിന്റെ ഒരു എൻഡ് എന്ന് പറയുമ്പോൾ അവരൊരു കൺഫ്യൂഷനിലേക്ക് അടിവ് എത്തിച്ചേരുന്നത്. കാരണം ബാക്ക് ടു അവർ ആ ഒരു അവരുടെ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തിച്ചു വരുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് അവരുടെ സെൻസ് ഓഫ് സെൽഫിൽ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനിലേക്ക് അവർ എത്തിച്ചേരും. നെക്സ്റ്റ് ടൈപ്പ് വളരെ എന്താ പറയാ കോമൺ ആയിട്ടുള്ള ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഡിസോർഡറാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. മുൻപൊക്കെ ഫോർമലി ഇതിന് നമ്മൾ പറഞ്ഞിരുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നായിരുന്നു. പക്ഷെ ഇപ്പോ അതിന് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതായത് പേഴ്സണാലിറ്റിയിൽ സ്റ്റേബിൾ ആയിരിക്കും, പക്ഷെ അവരുടെ ഐഡന്റിറ്റീസ് ആയിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ഐഡന്റിറ്റീസിലേക്ക് അവർ സ്വിച്ച് ആകും. സോ ഇതിനെയാണ് നമ്മൾ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസോസിയേറ്റീവ് ഫ്യൂഗിൽ നമ്മൾ കണ്ടത് അവര് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടാണ് അവരുടെ ഐഡന്റിറ്റീസ് സ്വിച്ച് ചെയ്യുന്നത്. പക്ഷെ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡറിൽ അവരായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അവര് മറ്റൊരു ഐഡന്റിറ്റിയിലേക്ക് അവര് സ്വിച്ച് ചെയ്യുകയാണ്. അപ്പൊ നമ്മളിതിനെ വളരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മലയാളം മൂവി മണിച്ചിത്രത്താഴില് നമുക്ക് അതില് ശോഭനയുടെ ഒരു ക്യാരക്ടർ, ഗംഗ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന്റെ ഇത് വേറൊരു പേഴ്സണാലിറ്റിയിലേക്ക് അത് സ്വിച്ച് ചെയ്യുന്നുണ്ട്, നാഗവല്ലി എന്നുള്ളൊരു പേഴ്സണാലിറ്റിയിലേക്ക്. സോ അപ്പൊ ഗംഗ എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി അവിടെ ഹോസ്റ്റ് ഐഡന്റിറ്റി എന്നാണ് നമ്മളത് പറയുന്നത്, ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി. ആൻഡ് ദെൻ സ്വിച്ച് ചെയ്യുന്ന ആ ഒരു ഓൾട്ടർ ചെയ്യുന്ന ഐഡന്റിറ്റിനെയാണ് നമ്മൾ ഓൾട്ടേർഡ് ഐഡന്റിറ്റി എന്ന് പറയും. ആ സ്വിച്ച് ചെയ്യുന്ന ഐഡന്റിറ്റിനെയാണ് ചേഞ്ച് ചെയ്യുന്ന ഐഡന്റിറ്റി. അവിടെ നാഗവല്ലിയായി മാറുകയാണ് ഗംഗ. സോ അവിടെ ഓൾട്ടർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവിടെ നാഗവല്ലിയാണ്. സോ ഈ ഹോസ്റ്റ് ഐഡന്റിറ്റിയിൽ അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള, അപ്പൊ ഈ ഒറിജിനൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ പേഴ്സൺ, ഒരു ഐഡന്റിറ്റിയാണ് അവിടെ ഹോസ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അവർ ഈ ഓൾട്ടേർഡ് ഐഡന്റിറ്റിയിലേക്ക് മാറുമ്പോൾ അവരുടെ യാഥാർത്ഥ്യത്തിലുള്ള അവരുടെ പേര്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, അവരുടെ സെൽഫ് അവയർനെസ്, ഈവൻ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, അതെല്ലാം അവർ മാറും. എല്ലാം ദ വേ ദേ ടോക്ക്, ദ വേ ദേ അവർ സംസാരിക്കുന്ന, ഇടപെടുന്ന ആളുകൾ, അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ ബോഡി ലാംഗ്വേജ്, ഇതിനെല്ലാത്തിനും ഒരു ചേഞ്ച് സംഭവിക്കും ഈ ഓൾട്ടർ ചെയ്യുന്ന സമയത്ത്. സോ ഇതിനെ നമ്മൾ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി അവർ സ്വിച്ച് ചെയ്യുന്ന ഒരു ഓൾട്ടർ ഐഡന്റിറ്റിയിൽ അവർ പലവരുടെയും മേ ബി ഒരു ഫിലിം ആക്ടറിന്റെ പേരായിരിക്കും അവരെടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ബോഡി ലാംഗ്വേജ് ആയിരിക്കും അവർ അതിൽ സ്വിച്ച് ചെയ്യുന്നത്, കാണിക്കുന്നത്, അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിന്റെ ആയിരിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും, ഐഡന്റിറ്റി ആയിരിക്കും അവർ അത് എടുക്കുന്നത്. സോ ഇതിനാണ് നമ്മൾ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. സോ ഇതിന് കൊമോബിഡ് ആയിട്ട് വരുന്ന മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, PTSD, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ, പാനിക് ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി ഡിസോർഡേഴ്സിലൊക്കെ ഇത്തരത്തിലുള്ള ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കമ്മിങ് ടു ദ ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ബേസിക്കലി ഇത് സൈക്കോഡൈനാമിക് ആയിട്ടുള്ള ഒരു കോസൽ ഫാക്ടർ ഉള്ളതുകൊണ്ടിട്ട് തന്നെ നമ്മൾ എക്ലറ്റിക് ആയിട്ടുള്ള ഒരു സൈക്കോഡൈനാമിക് അപ്രോച്ച് ആയിരിക്കും ഇതിലെടുക്കുന്നത്. സൈക്കോതെറാപ്പീസ് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് വിത്ത് ഫാർമക്കോതെറാപ്പി, SSRI ഗ്രൂപ്പ്സിലുള്ള ഫാർമക്കോതെറാപ്യൂട്ടിക്സും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഡിസോസിയേഷൻ ഒക്കെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു.